ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി മാക്സിയുടെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചുരിദാർ മോഡലിലുള്ള ഒരു നൈറ്റി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇതൊരു റയോണിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 4ആയിട്ട് നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ മടക്കി വെക്കുന്ന പോലെ തന്നെ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മടക്ക് വശം നമ്മുടെ അരികിലേക്ക് വരുന്ന രീതിയിൽ 4ആയിട്ട് മടക്കി വെക്കുക. അതിനുശേഷം ഞാൻ ഷോൾഡറും ആംഹോളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഷോൾഡർ ഇവിടെ ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു നോർമൽ അളവാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ ഞാനിവിടെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് ആംഹോൾ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റാണ്. ചെസ്റ്റ് ഞാനിവിടെ ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ലൂസിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പോടും കൂട്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെസ്റ്റ് ഞാൻ 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷേപ്പാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഷേപ്പ് ഞാനിവിടെ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിപ്പ് ഒരു ഏകദേശം ഒരു ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് ഒരു 20 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെയാണ് നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്യുന്നത്. അവിടെ ഞാനൊരു 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അളവുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. നിങ്ങളുടെ മാക്സി അളവിന് കറക്റ്റായിട്ട് വെച്ചിട്ട് വരച്ചു കൊടുത്ത് വെട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മാർക്കുകളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ആം ഹോളിൻ്റെ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴെ വരെ നമ്മൾ ഈ ഒരു ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴെ വരെ താഴത്തെ ആ ഒരു വണ്ണം കണക്കാക്കിയിട്ട് താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കാണ്ട് ഞാൻ താഴെ ഒരു 17 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരുന്നതാണ്. അപ്പോൾ ആരും അത് മറക്കരുത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്ത ഈ ഒരു ബോഡി പാർട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ ഞാൻ അതുപോലെ തന്നെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇത് 4 മടക്കായിട്ടാണ് ഉള്ളത് കേട്ടോ. ആ ഒരു സൈഡിൽ നിന്ന് കിട്ടിയ പീസല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഭാഗം നമ്മുടെ അടുത്തേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ലീവ് പെട്ടെന്ന് കട്ട് ചെയ്യാൻ ഉള്ളവർക്ക് ശരിക്കും അങ്ങോട്ട് കട്ട് ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടാവും. അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഈസി മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച് ഈ ഒരു ആം ഹോൾ ഉണ്ടല്ലോ, ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഈ ഒരു ആം ഹോൾ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ ഷോൾഡറിൻ്റെ ഭാഗം നമ്മുടെ അടുത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യാൻ വെച്ച ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ആം ഹോള് ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ചെരിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഒരു സ്ലീവ് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് മാർക്ക് ചെയ്യാം കണ്ടോ. ഞാനിവിടെ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു അറ്റത്തും ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു 2 പോയിന്റുകൾ തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ചിട്ട് മറ്റേ ആ പോയിന്റിലേക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ.
ഇനി നമുക്ക് താഴ്വശത്തുള്ള വണ്ണം നോക്കാം. അതിന് ആദ്യം എത്രയാണോ നിങ്ങൾക്ക് സ്ലീവിൻ്റെ ഇറക്കം വേണ്ടത് ആ ഒരു ഇറക്കം മാർക്ക് ചെയ്യുക. ഞാനിവിടെ ഫുൾ കൈയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴ്വശത്തെ ആ ഒരു വണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ താഴ്വശത്ത് നിങ്ങൾക്ക് എത്രത്തോളം വണ്ണം വേണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് മേലെ നിന്ന് നമ്മൾ വരച്ച് വെച്ച ആ ഒരു പോയിന്റ് കണക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്നും താഴെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. താഴ്വശത്ത് ഞാൻ ഇലാസ്റ്റിക് വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതിനാണ് കുറച്ച് ലൂസിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതിൻ്റെ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ടാവും. കണ്ടോ 4 പീസായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 പീസ് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെ നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ചുരിദാറിനൊക്കെ പേസിങ് വെക്കുന്ന ഈ ഒരു ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എത്രയാണോ നമ്മുടെ ആ നെക്കിൻ്റെ ഒരു വീതി വേണ്ടത് അതിനനുസരിച്ച് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഞാനിങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാൻവാസിലാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നെക്കിൻ്റെ വീതി ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2.5 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴേക്ക് ഇറക്കം ഞാനൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇറക്കം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു താഴ്വശത്ത് നമ്മളൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പോയിന്റുകൾ തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു ബോക്സ് ആക്കി വരച്ചെടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു മുകൾ വശത്ത് നിന്ന് ഒരു 4 ഇഞ്ച് ഒരു പോയിന്റ് 4 ഇഞ്ചിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്നും ഈ താഴേക്ക് നമ്മളിതുപോലെ ചെരിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ നെക്കിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മുകൾ വശത്ത് നിന്നും ഒരു 2 ഇഞ്ച് പുറത്തേക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് വരെ നിങ്ങൾക്കാവാം. 1 ഇഞ്ച് 1.5 ഇഞ്ച് എത്രയാണോ നിങ്ങൾക്ക് ആ ഒരു പീസിൻ്റെ വണ്ണം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എല്ലാ ഭാഗത്തും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഇവിടെ നിന്നും താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ ഏറ്റവും താഴെ നിന്നും 2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റുകളൊക്കെ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുത്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റ് നമ്മൾ ആ ഒരു വളച്ച് ആ ഒരു ചെരിച്ച് വരച്ചില്ല അവിടെ വരെ നമ്മൾ കണ്ടോ ഇവിടെ വരെ മാർക്ക് ചെയ്യുക. ഇവിടെ 2 ഇഞ്ച് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക്. എന്നിട്ട് ഈ പോയിന്റുകളൊക്കെ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുത്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചോക്ക് കൊണ്ട് മുകളിലായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ 2.5 ഇഞ്ച് വീതി അതേപോലെ 6 ഇഞ്ച് നീളം എടുത്തിട്ടാണ് നമ്മളിത് വരച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ എല്ലാ ഭാഗത്തേക്കും പുറത്തേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ വേറൊരു ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും റൗണ്ട് ഷേപ്പിലും ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതാ ഈ നെക്കിൻ്റെ ഉൾവശം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ വരച്ചെടുത്ത ആ വരയിലൂടെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ നെക്ക് റെഡിയായി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നെക്ക്. ഈ ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാവുക. ഇനി നമുക്കിതൊരു ക്ലോത്തിൽ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് ഉണ്ടാവുക കേട്ടോ. ഇതാ ഞാൻ ഈ ഒരു കളർ ക്ലോത്തിലാണ് ഇതൊന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നത്. കാരണം ഇത് പ്രിൻ്റ് ആയതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ നമ്മൾ ഫേസ് വെക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ഭംഗി തോന്നില്ല. അതുകൊണ്ട് ഇതിൽ പ്രിൻറ്റിലുള്ള ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ കളർ കോമ്പിനേഷൻ ഏതാണെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് യോജിക്കുന്ന ഏത് കളറും വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പശയുള്ള ഭാഗമുണ്ട്, അത് താഴേക്കാക്കി ക്ലോത്തിലേക്കാക്കി വെച്ചിട്ട് മുകളിൽ അയൺ ചെയ്ത് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്തിൽ ഇതുപോലത്തെ ഒരു നീല കളർ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ക്ലോത്ത് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് അതിലേക്ക് യോജിക്കുന്ന ഏത് കളർ ക്ലോത്തും എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതപ്പോൾ അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തു. ഞാൻ അയൺ ചെയ്ത സമയത്ത് നല്ല ചൂട് കൂടിയപ്പം ആ ഉൾവശത്ത് അവിടെ ഒന്ന് കത്തിപ്പോയി. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസ് ചൂടിൽ വേണം നമ്മളിതൊന്ന് അയൺ ചെയ്തെടുക്കാൻ. എന്നിട്ട് എക്സ്ട്രാ ഉള്ള പാർട്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു താഴ്വശത്ത് ഇതുപോലെ കട്ടിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ടിട്ട് കൊടുക്കുന്നത് കറക്റ്റായിട്ട് മടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ മടക്കുക. അപ്പോൾ ഈ ഒരു കോർണർ ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടിട്ട് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാനിത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഒരു പീസ് നമ്മുടെ മെയിൻ പീസിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെയും സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ നെക്കിൻ്റെ നല്ല വശം ക്ലോത്തിൻ്റെ ചീത്ത വശത്തേക്ക് നെക്കിൻ്റെ നല്ല വശം വെച്ചിട്ട് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. നെക്കിൻ്റെ നല്ല വശവും നമ്മുടെ ക്ലോത്തിൻ്റെ ചീത്ത വശവും ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അപ്പുറം മറിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻവാസിൽ കൊള്ളാതെ അതിന് അരികിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം
നമ്മൾ ചെറുതായിട്ട് ഓരോ കോർണറിലും കട്ടിട്ട് കൊടുത്തിട്ട് അപ്പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പുറം നല്ല വശത്തേക്ക് നമ്മൾ മറിച്ചെടുക്കുക കേട്ടോ. ഇതാ ഞാൻ കട്ടിട്ട് കൊടുത്ത് ഇപ്പുറം മറിച്ചെടുത്തിട്ടുണ്ട്. നല്ല വശത്തേക്ക് ഇതാ അതുപോലെ മറിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു നെക്കിൻ്റെ ഒരു നെക്ക് വരുന്നത് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് എന്നിട്ട് ഈ ഒരു ഭാഗത്തിലൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഉണ്ടോ, ഇതിലെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് വശത്തിലൂടെയും സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ഈ പാർട്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോലെ അതേ കളർ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് കളർ പൈപ്പിംഗ് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ ഒരു എക്സ്ട്രാ പാർട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതാ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് നെക്ക് കട്ട് ചെയ്തിട്ടില്ല, അതൊന്ന് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ബാക്ക് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മടക്കി കറക്റ്റായിട്ട് സെൻറ്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ നിന്നും നെക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ 2.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തൊന്ന് മാർക്ക് ചെയ്യുക. ലെങ്ത്ത് നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2.5 ഇഞ്ച് ഇറക്കും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് വരച്ച് കൊടുത്ത് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ചെരിച്ചിട്ട് നമ്മൾ ഈ ഒരു നെക്ക് റൗണ്ട് നെക്കിൽ ഞാനൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്രോസ് പീസ് വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ചീത്ത വശത്തേക്കൊന്ന് മറിച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതാ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് ഇതുപോലെ ക്രോസ് പീസ് നേരെ പകുതി മടക്കിയിട്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പുറത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഞാനത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അപ്പുറം മറിച്ചിട്ട് നമുക്കൊന്ന് കറക്റ്റായിട്ട് അപ്പുറം ചീത്ത വശത്തേക്ക് മറിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് പീസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 പീസുകൾ തമ്മിലൊന്ന് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫ്രണ്ട് പീസ് വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഷോൾഡറുകൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ഷോൾഡർ ഒന്ന് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഷോൾഡർ 2 വശവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മലൻ്റെ അടുത്താണ്. അപ്പോൾ കിളികളും സൗണ്ടും ഒക്കെ ഉണ്ട് വീഡിയോയിൽ. അപ്പം ഇനി നമുക്ക് സ്ലീവ് എടുക്കാം. സ്ലീവ് 2 സ്ലീവും ഇതുപോലെ വെച്ചിട്ട് നല്ല വശങ്ങൾ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ 2 പീസും വെച്ചിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ഞാൻ 2 പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ ആ 2 പീസ് യോജിപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഈ പീസുകൾ നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്ലോത്ത് ഇതുപോലെ വെക്കുക. അതിന് ശേഷം സ്ലീവ് എടുത്തിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനും നമ്മുടെ ഈ ക്ലോത്തിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. കേട്ടോ, ഇതേപോലെ നല്ല വശങ്ങൾ ഒപ്പം വെച്ചിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് പിടിച്ചിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ സെൻറ്ററിൽ നിന്നും മറ്റേ വശത്തേക്കും കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. ഒരു വശത്ത് നിന്ന് ഒരു വശത്തേക്ക് ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത്.
അതാ ഞാൻ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഞാൻ അതിൻ്റെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇലാസ്റ്റിക് ഇടാനാണെങ്കിലും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 2 സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സൈഡുകൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാൻ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ നമ്മുടെ ഈ ഒരു ക്ലോത്ത് മറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ ഈ ഒരു അറ്റം മുതൽ എത്രയാണോ നമുക്ക് താഴ്വശത്ത്, സ്ലീവിൻ്റെ താഴ്വശത്ത് എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുത്തിട്ട് ഇവിടം തൊട്ട് താഴെ വരെയും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ മറ്റേ വശത്തും സ്ലീവിൻ്റെ അറ്റം മുതൽ എത്രയാണ് നമ്മൾ സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇട്ടത് അതിനനുസരിച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനോട് കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ മുഴുവൻ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ സ്ലീവിൽ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് ഞാൻ കൊണ്ടുവന്നിട്ടില്ല, വാങ്ങിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ജസ്റ്റ് അവിടെ അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കടത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മാക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാനൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഒരു ക്ലോത്ത് എടുത്തിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അപ്പുറം മറിച്ച് ഇതുപോലെ ഒരു വള്ളിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്വശത്ത് ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെണ്ട് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിവിടെ ഈ സെൻറ്ററിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ബട്ടൺ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ റെഡിമെയ്ഡ് ലുക്കിലുള്ള നമ്മുടെ ചുരിദാർ ടൈപ്പ് നൈറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് സ്റ്റിച്ചിങ് അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് സൂചി നൂലും വെച്ചിട്ട് തുന്നിയെടുക്കാൻ അറിയുന്നവരാണെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം തുന്നിയെടുത്താലും മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യുക. നമ്മളെ വീഡിയോസൊക്കെ ഇതുപോലെ വ്യൂസ് കിട്ടുന്നുണ്ട്, പക്ഷേ കമൻറ്റൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് പറഞ്ഞറിയിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ, ടേക്ക് കെയർ.